കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, തകർന്ന മനസ്സുകൾക്ക് കർത്താവ് വലിയ ആശ്വാസവും സൗഖ്യം നൽകുന്ന പ്രഭാഷകന്റെ പുസ്തകത്തിലെ ഒരു വചനം നമുക്ക് വളരെ ആശ്വാസത്തിൻ്റെ വചനമാണ്. അവിടെ പറയുകയാണ്, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? അപ്പോൾ ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോകുന്ന ദൈവ പൈതലിനോട് ദൈവവചനം അരുളി ചെയ്യുകയാണ്, ആരാണ് കർത്താവിനെ ആശ്രയിച്ചിട്ട് ഭഗ്നാശനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? കർത്താവ് ഒരാളെയും ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരാളെയും കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. എന്നിട്ട് പറയാണ്, അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നാം, എന്നെ അവഗണിക്കുന്നു, എന്നെ ദൈവം പരിഗണിക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ, ഞാൻ പാപിയല്ലേ, ഞാൻ എന്തുമാത്രം വീഴ്ചകളാണ് എനിക്ക് സംഭവിച്ചത്. അങ്ങനെ ഒരുപാട് മനുഷ്യനെ താഴ്ചയിലേക്ക് നയിക്കുന്ന ചിന്തകൾ ആ വ്യക്തിയിലേക്ക് കടന്നു വരാം. അപ്പം ഇവിടെ കർത്താവ് ആ വ്യക്തിയോട് അരുളി ചെയ്യുകയാണ്. എന്താണ് പറയുന്നത്? കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. അങ്ങനെ കഴിഞ്ഞ തലമുറകളിൽ കർത്താവിനെ ആശ്രയിച്ച ഒരു വ്യക്തി പോലും നിരാശപ്പെട്ടിട്ടില്ല, പരിത്യക്തനായിട്ടില്ല, വിളിച്ചപേക്ഷിച്ച ഒരാളെയും ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ഇതെന്തൊരു വലിയ പ്രത്യാശയുടെ വചനമാണ്. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുന്ന ഒരാളെയും കർത്താവ് ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഈ ബോധ്യത്തോടെ നമുക്ക് ഈ ദിവസം കർത്താവിൻ്റെ മുൻപിലായിരുന്നു കൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവേ, ഈ മക്കളുടെ മേൽ കർത്താവ് ഇടപെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആശ്രയിക്കും ഞാൻ ഈ ആയുഷ്കാലം മുഴുവനിലും, വിശ്വസിക്കും കർത്താവരുളിയ വാഗ്ദാനങ്ങളിൽ. ആശ്രയിക്കും ഞാൻ ഈ ആയുഷ്കാലം മുഴുവനിലും, വിശ്വസിക്കും കർത്താവരുളിയ വാഗ്ദാനങ്ങളിൽ. ആശ്രയിക്കും ഞാൻ ഈ ആയുഷ്കാലം മുഴുവനിലും, വിശ്വസിക്കും കർത്താവരുളിയ വാഗ്ദാനങ്ങളിൽ. സ്വർഗത്തെ നോക്കി ജീവിക്കും ഞാനിനി, ലോകത്തെ നോക്കി ഭാരപ്പെടില്ല. സ്വർഗത്തെ നോക്കി ജീവിക്കും ഞാനിനി, ലോകത്തെ നോക്കി ഭാരപ്പെടില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.